നമസ്കാരം. അടുത്ത ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ലഗ്നത്തിൽ കേതു ചിങ്ങം രാശി, ലഗ്നാധിപൻ മേടത്തിൽ, ഏഴിൽ സർപ്പൻ, ആത്മീയ നേട്ടം ഉണ്ടാകുമോ? ലഗ്നത്തിൽ കേതു, ലഗ്നമായിട്ട് പറയുന്നത് ചിങ്ങം ലഗ്നം. അപ്പൊ ചിങ്ങം ലഗ്നത്തിൽ കേതു നിൽക്കുന്നു. ഇതൊരു പൂർവ്വജന്മ ഫലത്തെക്കുറിച്ചുള്ള ഒരു നല്ല ചിന്തയ്ക്കുള്ള ഒരു പോയിന്റാണ്. പൂർവ്വജന്മത്തെക്കുറിച്ച്, പാസ്റ്റ് ലൈഫിനെ കുറിച്ച് ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമാണിത്. ചിങ്ങം ലഗ്നത്തിൽ കേതു കൊണ്ട്, ഏഴാം ഭാവത്തിൽ രാഹു കൊണ്ട്. രാഹു നിൽക്കുന്നത് ശനിയുടെ ക്ഷേത്രമാകുന്ന കുംഭം രാശിയാണ്. ലഗ്നാധിപൻ മേടത്തിൽ ഉച്ചക്ഷേത്ര ബലവാനായി നിൽക്കുന്നു. അപ്പോൾ മേടത്തിൽ, അപ്പോൾ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം 9ാം ഭാവത്തിലാണ്. അപ്പോൾ പൂർവ്വജന്മത്തെക്കുറിച്ച്, 9ാം ഭാവം ഭൂതകാലം, അപ്പോൾ പൂർവ്വജന്മത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കണം. 9ാം ഭാവത്തില് ആദിത്യൻ ഉച്ചക്ഷേത്ര ബലവാനായി നിൽക്കുകയാണ്. മറ്റൊന്ന്, രാഹു നിൽക്കുന്ന രാശിയുടെ അധിപനെ കൊണ്ടാണ് പൂർവ്വജന്മ ഫലത്തെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കേണ്ടതുണ്ട്. രാഹു നിൽക്കുന്നത് ലഗ്നത്തിലാണ്, കേതു നിൽക്കുന്നതാണ് ചിങ്ങം രാശിയിൽ, രാഹു നിൽക്കുന്നത് 7ാം ഭാവത്തിലാണ്, ശനി ക്ഷേത്രമാകുന്ന കുംഭം രാശിയിലാണ്. ഇപ്പൊ കുംഭം രാശിയിൽ നിൽക്കുന്ന രാഹു, കുംഭം രാശിയാധിപനാകുന്ന ശനി എവിടെ നിൽക്കുന്നു എന്ന് പറയേണ്ടതുണ്ട്. അപ്പൊ ഈ ഗ്രഹനില അനുസരിച്ച് ഇത്രയും കേട്ട സ്ഥിതിക്ക് വിശേഷപ്പെട്ട ജന്മമാണ്. പൂർവ്വജന്മത്തിൽ ധാരാളം ആത്മീയമായ കാര്യങ്ങൾ ചെയ്യുക. ആത്മീയമായ വെച്ചാൽ നാമം ജപിക്കുകയോ ഭജന വിരിക്കലോ മാല്യം ചാർത്തലോ എന്നുള്ളതിനേക്കാൾ ഉപരി ധ്യാനം പോലുള്ള കാര്യങ്ങൾ കൂടുതലായി സൂക്ഷ്മമായി ചെയ്യുകയും വേദാന്ത ശ്രവണം നടത്തുകയും തന്ത്ര പോലുള്ള കാര്യങ്ങളൊക്കെ അഭ്യസിച്ചിട്ടുണ്ടായിരിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഒരു സൂചനയിലേക്കാണ് പോകുന്നത്. പക്ഷേ 7ാം ഭാവം കുംഭം രാശിയാണ്. ഈ ഗ്രഹനില ഇപ്പൊ ഇത് പറഞ്ഞതനുസരിച്ച് ആ കുംഭം രാശിയിലാണ് രാഹു നിൽക്കുന്നത്. ആ രാഹു നിൽക്കുന്ന രാശിയുടെ അധിപനായിരിക്കുന്ന ശനി എവിടെ നിൽക്കുന്നു എന്നുള്ളത് അറിഞ്ഞാൽ നമുക്ക് സൂക്ഷ്മമായിട്ട് പറയാം. അങ്ങനെയാണ് പൂർവ്വജന്മത്തെക്കുറിച്ച്, കഴിഞ്ഞ ജന്മത്തെക്കുറിച്ചുള്ള ഫലം അറിയേണ്ടത്. അവിടെയാണ് ആത്മീയമായ നേട്ടം ഉണ്ടാകുമോ എന്നുള്ളതിനുള്ള ഉത്തരം കിടക്കുന്നത്. പക്ഷെ ഇത്രയും കേട്ട സ്ഥിതിക്ക് തന്നെ പൂർവ്വജന്മം വളരെ ശ്രേഷ്ഠമായിരുന്നു എന്ന് പറയേണ്ടതുണ്ട്. അതിന് എത്രമാത്രം ഫലപ്രദമാകുമെന്നും പറയണം. പക്ഷേ ലഗ്നത്തിലെ കേതു നിൽക്കുന്നത് ആദിത്യ ക്ഷേത്രത്തിലായതുകൊണ്ടും ആദിത്യന് 9ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ടും അവിടെ കുറേയേറെ ആത്മീയ പുരോഗതിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്നൊക്കെ പറയേണ്ടതായിട്ടുണ്ട്. വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. എന്ന് വെച്ചാൽ അവിടെ ഒരു അംശം അതിൻ്റെ പറഞ്ഞു പോകാം. ആദിത്യനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദിത്യൻ മേടം രാശിയിൽ ചൊവ്വയുടെ സ്വക്ഷേത്രത്തിൽ ഉച്ചക്ഷേത്ര ബലവാനായി നിൽക്കുന്നു. സൂര്യപൂജയെക്കുറിച്ചും പിന്നെ ഗുരുവിനെ കണ്ടെത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും, ആ ഗുരു ശരിക്കും വേദാന്ത ശ്രവണത്തിനുള്ള യോഗമാണ്. വെറുതെ നമ്മൾ കുറെ ഏതെങ്കിലും തരത്തിലുള്ള ആത്മീയ പുരോഗതിക്ക് വേണ്ടുന്ന സാധനകൾ അനുഷ്ഠിക്കുന്നതിനേക്കാൾ ഉപരി ശ്രവണം മുഖ്യമായിട്ടുള്ള ആളാണെന്നാണ് പറയേണ്ടത്. അതിബോധത്തെക്കുറിച്ച്, വേദാന്ത ശ്രവണം എന്ന് പറഞ്ഞാൽ വേദാന്ത പുസ്തകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് പോയിരുന്ന രാപകള് ബ്രഹ്മജിജ്ഞാസയെക്കുറിച്ചോ കേട്ടിരിക്കുക എന്നുള്ളതല്ല. താങ്കളുടെ ചോദ്യം എവിടെയാണോ ഉള്ളത് ആ ചോദ്യത്തിന് അനുസൃതമായിട്ട് ആ ചോദ്യത്തിന്റെ മർമ്മം അറിഞ്ഞ് ഉത്തരം പറഞ്ഞു തരുന്ന ഒരു ഗുരുവിനെ താങ്കൾ കണ്ടെത്തുക എന്നാണ് വേണ്ടത്. ഏത് കാര്യം ചോദിച്ചാലും എന്നെപ്പോലുള്ള ഒരാൾക്ക് ഉത്തരവുണ്ട്. എന്നെപ്പോലുള്ള ഒരാൾക്ക് എന്നല്ല, എനിക്ക് ഉത്തരം തരാൻ കഴിയും. അപ്പോൾ ആത്മീയമായ ചോദ്യങ്ങൾക്ക് അതിനുള്ള ഉത്തരങ്ങളുണ്ട്. എന്നാൽ താങ്കൾക്ക് സുലഭമായിട്ട് അതിനെ പറ്റി ഏതെങ്കിലും ഗുരുക്കന്മാരെ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അതിനെക്കുറിച്ച് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രവണമാണ് ഇപ്പൊ കൂടുതലായിട്ട് വേണ്ടത്. എന്ന് വെച്ചാൽ അത്രമാത്രം പൂർവ്വജന്മത്തിൽ പലതും ചെയ്തു വെച്ച് കഴിഞ്ഞ ആളായിരിക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ തൃശ്ശൂർ ജില്ലയില് മഹാക്ഷേത്രങ്ങളിൽ പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒത്തിരി വൃദ്ധ സ്ത്രീജനങ്ങൾ ഇരുന്നുകൊണ്ട് രാമായണമാണെന്ന് തോന്നുന്നു ജപിക്കുന്നു, എന്തൊക്കെയോ ജപിക്കുന്നു, വ്യക്തമായില്ല. കാരണം ഞാൻ അവരുടെ ഭാവം ശ്രദ്ധിച്ചത് കൊണ്ട് അവർ ജപിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാനൊക്കില്ല. അവിടെ വെച്ച് എനിക്കൊരു ചിന്തയുണ്ടായി. വേദാന്ത ശ്രവണം അല്ലെങ്കിൽ പാരമാർത്ഥിക തലത്തിലേക്കുള്ള കാര്യങ്ങൾ അറിയാനുള്ള യോഗ്യത ഉണ്ടായവരായിരിക്കാം ഇവരിൽ പലരും. വീണ്ടും ജപത്തിലും അത്തരം കഥകളിലുമായിട്ട് കുടുങ്ങിക്കിടക്കുക. അപ്പൊ യോഗ്യത ഉണ്ടായിട്ടും, യോഗ്യത നേടിയിട്ടും, യോഗ്യതാ സമ്പാദനം ഉണ്ടായിട്ടും ജ്ഞാനത്തിലേക്കുള്ള വഴി തുറക്കാതെ വീണ്ടും കിടക്കുകയായിരിക്കും. യോഗ്യതാ സമ്പാദനാർത്ഥം സാധന, സമ്പാദനാർത്ഥം വേദാന്ത ശ്രവണം അല്ലെങ്കിൽ ദാർശനികമായ ആശയങ്ങൾ, സൂപ്പർ കോൺഷ്യസ് ലെവലിനെ കുറിച്ച് കേൾക്കുക എന്നുള്ളതാണ്. സമ്പാദനത്തിന് വേണ്ടുന്ന ശ്രവണത്തിന് അർഹരായിട്ടും യോഗ്യതയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന സമയം കളയുകയായിരിക്കാം പലരും.
ജ്ഞാന യോഗ്യതാ സമ്പാദനാർത്ഥം സാധന. എല്ലാവരും അത് അറിഞ്ഞിരിക്കണം. എന്നും കുന്നും ഒരുപാട് സാധനങ്ങൾ ചെയ്തിരിക്കേണ്ടവരായിരിക്കണമെന്നില്ല. പൂർവ്വജന്മത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിച്ചു വന്നിരിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ പേരിനുള്ള സാധനങ്ങൾ മതിയായിരിക്കാം. എന്ന് വെച്ചാൽ അത്യാവശ്യം ചില കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതിയെന്നിരിക്കാം. അവിടെ മഹാത്മാക്കളായ ആളുകളിൽ നിന്ന് അവർ പറയുന്നത് കേൾക്കണം. അത് പുരാണ കഥകളോ അതിനകത്തെ യജ്ഞങ്ങളോ ജപങ്ങളോ ഒന്നും ആയിരിക്കണം എന്നില്ല. ഇന്നത് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ പുരാതന കഥ, കൃഷ്ണനും അക്രൂരനും തമ്മിലുള്ള കഥകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിഹാസങ്ങളോ പുരാണങ്ങളോ അങ്ങനെ ഒത്തിരി ഉണ്ടല്ലോ നമുക്ക് പറയാൻ. ഇതൊന്നും കേട്ടുകൊണ്ടിരിക്കാനായിരിക്കത്തില്ല. എന്താണ് ഇനിയും ഞാൻ അറിയേണ്ടതെന്നുള്ളത് ബോധാതീതത്തിലേക്കുള്ള വഴി തുറക്കാനായിട്ട് ഇരിക്കുന്നവരായിരിക്കും. എന്ന് വെച്ചാൽ അത്രയും ജ്ഞാന യോഗ്യത നേടി പൂർവ്വജന്മത്തിലെ എത്തിയവരായിരിക്കാം ചിലർ ഈ ജന്മത്തിൽ തന്നെ ഇത്രയും കാലത്തെ ജപം കൊണ്ടൊക്കെ ജ്ഞാന യോഗ്യത നേടിക്കാണും. ഇനി ജ്ഞാന സമ്പാദന മതി. ജ്ഞാന യോഗ്യതാ സമ്പാദനാർത്ഥം സാധന, ജ്ഞാന സമ്പാദനാർത്ഥം ശ്രവണം. അപ്പോഴ് മനസ്സിൽ വരുന്ന ചോദ്യങ്ങളുമായിട്ട് പോയി ചോദിക്കുക. അപ്പോഴവർ അവിടുന്ന് ഉത്തരം തരും. ഈ വഴിക്ക് പോകാതെ ഇരുന്നുകൊണ്ട് വീണ്ടും വീണ്ടും സാധനങ്ങൾ അനുഷ്ഠിച്ച് ഈ ജന്മം മൊത്തം കളയുന്നവരും ഉണ്ട്. അങ്ങനെ വെറുതെ കളയാൻ പാടില്ല. എനിക്കത് കഷ്ടം തോന്നി. ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ളവരുണ്ട്. പല പ്രമുഖ ക്ഷേത്രങ്ങളിൽ എത്തുമ്പോഴും ഞാൻ കാണാം. ചിലപ്പോൾ എനിക്ക് തോന്നിയ പല സ്ത്രീജനങ്ങളുടെ മുഖഭാവം കണ്ടിട്ട് അവർക്ക് തന്നെ അറിയില്ല ഇനി എന്താണ് ചെയ്യേണ്ടത്. അവർക്ക് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം അവർ ഭാഗവത പാരായണം കേൾക്കുന്നു, വീണ്ടും വീണ്ടും സപ്താഹയജ്ഞങ്ങൾ കേൾക്കുന്നു, ഭാഗവത സത്രം കേൾക്കുന്നു. ഇതെല്ലാം കേട്ടിരിക്കുമ്പോൾ ഇവർക്ക് ഇങ്ങനൊരു വഴിയുണ്ടെന്നും സൂപ്പർ കോൺഷ്യസ് ലെവൽ ഇതിൽ നിന്നൊക്കെ കുറേയും കൂടെ വിഭിന്നമാണെന്നും ഇത് അതിലേക്കുള്ള വഴി തുറക്കാൻ നമ്മൾക്ക് അന്ധകരണ ശുദ്ധിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഈ കഥകളും കാവ്യങ്ങളും മന്ത്രജപങ്ങളും എന്നുള്ളതൊക്കെ മനസ്സിലാക്കാതെ തിരിച്ചറിയാതെ അവിടെ കുടുങ്ങിപ്പോകുന്നവരായിരിക്കും. അവർക്കിനി ഏത് കാലത്തായിരിക്കാം ഇതിന്റെ അപ്പുറത്തേക്ക് പോകാൻ സാധിക്കുന്നത്. അതും ഒരു വലിയ വിഷയമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് വേണം നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് പറയാൻ കാര്യം ഈ ലഗ്നാധിപനാകുന്ന ആദിത്യന് 9ാം ഭാവമാകുന്ന ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന രാശിയില് ഉച്ചക്ഷേത്ര ബലവാനായി നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോഴാ ഉച്ചക്ഷേത്ര ബലവാനായി നിൽക്കുന്ന രാശിയുടെ അധിപനാകുന്ന ചൊവ്വ എവിടെ നിൽക്കുന്നു? 7ാം ഭാവമാകുന്ന രാഹു നിൽക്കുന്ന രാശിയുടെ അധിപനാകുന്ന ശനി എവിടെ നിൽക്കുന്നു? ഇത് രണ്ടും കൂടി അറിയുമ്പോൾ താങ്കളുടെ പൂർവ്വജന്മത്തെ കുറിച്ച് സമ്പൂർണമായിട്ട് അറിയാനൊക്കെ അതനുസരിച്ച് നീങ്ങണം. പക്ഷെ ഒരു കാര്യം ഇത്രയും കേട്ടതുകൊണ്ട് മാത്രം പറയാം, താങ്കൾ പൂർവ്വജന്മത്തിൽ വളരെ ശ്രേഷ്ഠനായിരുന്ന വ്യക്തിയാണ്. ഈ ജന്മത്തിൽ എന്താണ് താങ്കൾക്ക് എന്തൊക്കെയാണെന്നുള്ളത് ബാക്കിയൊന്നും എനിക്ക് വിവരം താങ്കളെ കുറിച്ച് അറിയുന്നില്ല. ശ്രവണം മാത്രം മതിയാകാനാണ് സാധ്യത. അതാണ് ഇനിയും ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത്. പേരിനൊരു ജപമോ മറ്റ് സാധനങ്ങളോ വേണ്ടി മാത്രം മതിയാകും. പിന്നെ ശരീരത്തിന് നിലനിൽപ്പിന് കായികമായ സാധനയാകുന്ന യോഗ തുടരാം. ജപവും മറ്റു കാര്യങ്ങളും ഒക്കെ എത്രമാത്രം വേണമെന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ധ്യാനം ധാരാളം ചെയ്യുക, പിന്നെ കാര്യം കേൾക്കുക, അത്രമാത്രം മതിയാകും. ചോദ്യങ്ങൾ ചോദിച്ചാൽ താങ്കൾക്ക് അതിനനുസരിച്ച് ഉത്തരം തരുന്ന ആളിനെ കണ്ടെത്തുക, അത്രമാത്രം.